എന്താണ് തീരുമാനം? മുറിക്കാന്നോ? പക്ഷെ നമുക്ക് എവിടെയെങ്കിലും തടഞ്ഞു നിർത്താൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാ. എങ്ങനെ കറക്കി ഇവിടൊക്കെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് നിൽക്കണമെങ്കിൽ അവിടെ നിന്ന് വരരുത്. നമ്മളിന്ന് ഇവിടെ വന്നേക്കണത് ഈ തേക്കും തെങ്ങും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തെങ്ങിന് നമ്മളെന്താ ചെയ്യാടാ? തെങ്ങ് നിൽക്കണത് വല്ലാത്ത നിൽക്കുപ്പാണ്. പട്ടൊക്കെ ശരിക്കും കെട്ടി വെച്ച് നിർത്തി വെക്കണം. തെങ്ങ് കട്ട് ചെയ്യല്ലേ? എന്നിട്ട് തെങ്ങ് കട്ട് ചെയ്താലല്ലേ ഇത് എന്തായാലും അതല്ലാതെ തന്നെ മുറിക്കാനൊക്കും. അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ശല്യം ചെയ്യുമോ? എനിക്കോട് പോകുന്നതാണ് വിശ്വാസം വല്ലതുണ്ട്. വെയിറ്റ് നിൽക്കുന്നോണ്ട്. അല്ലെങ്കിൽ കെട്ടി നിർത്താനായിരിക്കണം. നല്ല തെങ്ങാണത്. ഒരു തെങ്ങൂടെ ഉള്ളൂ, കളയണ്ടെന്നൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഇനി പേടിയാ, ഒരുപാട് വഴക്കമുള്ളതാ. കാറ്റടിച്ചാൽ പോകാൻ സാധ്യതയുണ്ട്. എന്താണ് മുമ്പക്കാട് അഭിപ്രായം? സംഗതി നിപ്പ് കണ്ടിട്ട് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, നല്ലൊരു ചായവാണ് അതിൻ്റെ നിപ്പ്. വീടിൻ്റെ മുകളിലേക്ക് ശരിക്കും കയറിയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എവിടെയെങ്കിലും തടഞ്ഞു നിർത്താൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതായിരുന്നു. തെങ്ങ് ഈ പറമ്പിൽ വേറെ ഒന്നുമില്ല, അതാണ് പ്രശ്നം. ഈ ഒരൊറ്റ ഒന്നുള്ളൂ അരയ്ക്കാനായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാറിന് ഇപ്പോൾ അതൊരു വിഷമമായിട്ട് നിൽക്കണത്. അതും പോയി. ഇതൊക്കെ വലുതായിട്ട് വേണം. എന്താണ് തീരുമാനം? മുറിക്കാന്നോ? സംഗതി മുറിക്കാന്നല്ല, അത്യാവശ്യം കായുള്ളതാണ് ഒരു. പക്ഷെ അതെന്താണ്, ഇതിൻ്റെ നിപ്പ് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടാണ്. അത് തന്നെയല്ല, ഇനിയിപ്പോൾ അതിൽ വേറൊരു പ്രശ്നമുള്ളത്, നമ്മൾക്കിപ്പോൾ ഈ തേക്ക് ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ കാറ്റ് പിടിക്കാൻ സാധ്യത കൂടുതൽ. അങ്ങനെ ഇടുക്കിയിലായിരുന്നു. അവിടെയൊക്കെ എന്താ ചൂട് പറയുമ്പോൾ കാടും കാട് ഒരു ഇതുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് നോക്കിയപ്പോൾ ചൂട് തന്നെ ആകെ മാറി. എയർ പൈപ്പ് ഉണ്ടേ.
ഇതിനെ മൊത്തത്തിൽ ഇറക്കണം. തലഭാരം കുറച്ചധികം ഒന്ന് കുറച്ചതാണ്. വലിക്ക് കയറൊന്ന് വലിക്കോ നോക്ക. ഇടുക്കി രണ്ട് കയറിട്ടിട്ടുണ്ട്. ഒന്ന് ആ തേക്കിനോട്ട്, ഒന്ന് ഈ അയിനിക്കോട്ട്. എങ്ങനെ കറക്കി ഇവിടെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വാഴയമൊക്കെ എത്തുമോ? മാറി ഒതുങ്ങി നിൽക്കണം കേട്ടാ. അതെ, ഈ മൂലക്കൽക്കുന്നാളാ. ലോഡല്ലേ അമ്മ? ലോഡല്ലേ? ആ നോക്കാം നോക്കാം. നോക്കി വെക്കണം കേട്ടോ. അവിടെ നിന്ന് നിൽക്കണമെങ്കിൽ അവിടെ നിന്ന് വരരുത്. ചോട്ടിന്ന് മാറ്. നല്ല കുത്തണ പോവില്ല. ആ തിരിഞ്ഞോട്ടെ തിരിഞ്ഞോട്ടെ. വെച്ചോടുക്കേ വെച്ചോടുക്കേ തിരിയട്ടെ. ഹലോ, അതെ അത് കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ അവലിട്ട കയറൊക്കെ കിടക്കണം. ഇനിയിപ്പോൾ ഇത് മുറിക്കണം. ഇത് മുറിക്കാൻ വന്ന മെയിനായിട്ട് തെങ്ങ് നമുക്കേ കുഴപ്പമില്ലായിരുന്നു. നല്ല കായുള്ള തെങ്ങാണ്. പക്ഷെ നിൽക്കുന്നത് അതിൻ്റെ മുകളിൽ. പിന്നെ ഇനിയിപ്പോൾ ഈ തേക്കൊക്കെ മുറിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാറ്റ് പിടിച്ചാൽ പറയാൻ പറ്റില്ല, എങ്ങനെ പൊട്ടി വീണാലോ എന്നുള്ളതാണ്. നമ്മളോട് അപ്പോൾ അഭിപ്രായം ചോദിച്ചിങ്ങനെ നിന്ന് മുറിക്കണോ വേണ്ടതെന്ന്. സത്യം പറയാൻ നമുക്കും വലിയ താല്പര്യമില്ല. നല്ല അത്യാവശ്യം തറക്കാനുള്ളതാണ്. പക്ഷേ എന്താ ചെയ്യുക, ഒരു പേടി സംശയത്തിൻ്റെ പേരിൽ അങ്ങനെ ഇപ്പോൾ എന്തായാലും അത് ഒഴിവാക്കി. നാളികേരം ഇല്ല, അല്ല ഇനിയിപ്പോൾ തെങ്ങില്ല ഈ പറമ്പില്ല. അവർക്ക് നാളികേരം കിട്ടണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പാടാണ്. ഇനിയിപ്പോൾ ആ നിൽക്കുന്ന തൈക്കളൊക്കെ ഒന്ന് വളർന്നു വന്നിട്ടാണ് അടിപൊളിയായിട്ട് തന്നെ മുറിച്ച് ഇനിയിപ്പോൾ അടുത്തത് ഈ തേക്കിൻ്റെ പരിപാടിന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ തേക്ക് മുറിക്കുന്നതായിട്ട് കാണാം കേട്ടോ, അല്ലേ? അപ്പോൾ ആ തെങ്ങ് പോയതുകൊണ്ട് ഈ തേക്ക് മുറിക്കാൻ ഇത്തിരി സൗകര്യമായി. അപ്പോൾ തടി നേരം അങ്ങോട്ട് വിടാം. ഇപ്പോൾ കണ്ടില്ലേ, നോക്കി അതിൻ്റെ കട ഇവിടെയാണ്. നമുക്ക് മരം വീഴാനുള്ള സ്പേസ് ഇതാണ്. ഇങ്ങനെ അങ്ങോട്ട് നീളത്തിൽ മുറിക്കുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, അടുത്ത ഇതിനായിട്ട് നമുക്ക് കാണാം.